അപ്പോൾ ഞാൻ അരുണിനോട് റസീമിനോട് ഒരു ക്വസ്റ്റ്യൻ, അതായത് നിങ്ങൾ ഈ വാസ്തു നമ്മളുടെ വീട് വെക്കാൻ പോകുമ്പോൾ നമ്മളൊരു വാസ്തു എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ഈ വാസ്തു എന്ന് പറയുന്ന സംഭവത്തിന് എത്രത്തോളം നിങ്ങളുടെ പ്രൊജക്റ്റുകളിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്? സ്റ്റെയറുകൾ ഒരുപാട് കോസ്റ്റ്, അതെനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 4 to 5 lakhs വരെ സ്റ്റെയറിന് കോസ്റ്റ് വരുന്ന വർക്കുകളുണ്ട്. ഇത് നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഏറ്റവും നമുക്ക് ഒരു സ്റ്റെയറിൻ്റെ ഏരിയ എങ്ങനെ ലഘൂകരിച്ച് ചെയ്യാൻ പറ്റുന്നതിന് ഏറ്റവും ബെറ്റർ എക്സാമ്പിളാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. നമസ്കാരം, ഞാൻ വിഷ്ണുവിജയൻ, വിഷ്ണുവിജയനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങളെ ഒരു സ്വപ്ന സുന്ദര മനോഹര ഭവനം പരിചയപ്പെടുത്താൻ വന്നിരിക്കുകയാണ്. 2280 സ്ക്വയർ ഫീറ്റിൽ 45 ലക്ഷം രൂപയ്ക്ക് കൺസ്ട്രക്ഷൻ ചെയ്ത ഈ സ്വപ്ന സുന്ദര മനോഹര ഭവനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഷ്ടമുടി കായലിൻ്റെ തീരത്തെ സ്വപ്ന വീടെന്ന് പറയുമ്പോൾ ഇന്ന് കൊല്ലം ജില്ലയിലെ പ്രാക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ഒരു കണ്ടംപററി സ്വപ്ന ഭവനമാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മളുടെ എല്ലാ വീഡിയോകളിലെയും പോലെ തന്നെ ഇത് നിർമ്മിച്ച, അതായത് ഇതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ച ആ ആർക്കിടെക്ട് ഡിസൈനർ കൂട്ടായ്മ ഇവിടെയുണ്ട്. നമ്മുടെ സ്വന്തം റസീമും അരുണുമാണ്. അവരുടെ പ്രൊജക്റ്റാണിത്. നമസ്കാരം. 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 സുഖമായിട്ടിരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. എന്തൊക്കെയുണ്ട് പിന്നെ വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങൾ. അപ്പോൾ നമ്മളുടെ ഈ കണ്ടംപററി വീട്, അതായത് 2280 സ്ക്വയർ ഫീറ്റിൽ 45 ലക്ഷം രൂപയ്ക്കാണ് നിർമ്മിച്ചത്. നമ്മൾ ഇതിന് തൊട്ട് മുന്നേ നമ്മളുടെ കുറേ പ്രൊജക്റ്റുകൾ ഇതിനോടകം നമ്മുടെ വീഡിയോയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീട് ഇന്നത്തെ ഡിസൈനിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന ഒരു കാറ്റഗറിയാണോ ഈ കണ്ടംപററി എന്ന് പറയുന്നത്? കണ്ടംപററി എന്ന് പറയുന്നത് നമുക്ക് ഈ ക്ലൈമറ്റുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് ട്രഡീഷണൽ തന്നെയാണ്. പിന്നെ നമ്മുടെ ഈ കോണ്ടംപററി സ്റ്റൈൽ ചെയ്യുമ്പോഴത്തേക്ക് നമ്മളെ മെയിൻ വാൾസിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് പൂർണ്ണമായിട്ട് ഒരു ബോക്സ് ഷേപ്പിനകത്തോട്ട് പോവാതെ കുറച്ച് ഷെയ്ഡ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് പ്രൊട്ടക്ട് ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കോമ്പൗണ്ട് വാൾ ചെയ്തിരിക്കുന്നത് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടാണ്. സാധാരണ നമ്മളുടെ ഏരിയ നമുക്ക് കൂടുതൽ സ്ട്രക്ചറൽസിന് പ്രിഫറൻസ് കൊടുക്കുന്ന ഒരു വർക്കുകളാണ് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ വീടുകളിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സ്ട്രക്ചറിന് പ്രസക്തി കൊടുത്തുകൊണ്ട് ഒന്നുകൊന്ന് ട്യൂബിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. എന്താണ് ഇങ്ങനൊരു തോട്ട് ഡെവലപ്പ് ചെയ്യാനുണ്ടായ കാരണം? ഈ ഒരു തോട്ട് ഡെവലപ്മെൻറ്റുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എപ്പോഴും നമ്മളെ റോഡ് ലെവലിൽ നിന്ന് കുറച്ച് ഏകദേശം ഒരു 5 feet അപ്പായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി നിൽക്കുന്നത്. അപ്പോൾ നമ്മളത് ഗ്രില്ലിടാതെ നമ്മളൊരു നോർമൽ വാൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ വീടിനെ ഒരു മറവായിരിക്കും സൃഷ്ടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് ഫെൻസ് പോലെ ഉള്ള ഒരു ഡിസൈൻ നമ്മളതിനകത്ത്. പക്ഷേ ഫെൻസ് പോലെ കൊടുത്തപ്പോൾ അത് വളരെ ഭംഗിയായി. അതുപോലെ അതിൻ്റെ ആംബിയൻസിനെ ഒന്നുകൂടെ കൂട്ടുന്ന രീതിയിലുള്ള ഗേറ്റാണ് കൊടുത്തിരിക്കുന്നത്. CNC കട്ടിൽ പ്ലെയിൻ മെറ്റൽ ഷീറ്റിൽ വളരെ രസത്തിൽ ഭയങ്കര ഭംഗിയോടുകൂടിയുള്ള ഒരു സംഭവമാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അത് കൊടുത്തിരിക്കുന്ന കളേഴ്സും ഒരു ലൈറ്റ് ഗ്രേ കളറാണ്. വൈറ്റ് ആൻഡ് ഗ്രേയുടെ ഒരു കോമ്പിനേഷനാണ്, വൈറ്റ് ഗ്രേ കോമ്പിനേഷനാണ് മൊത്തത്തിൽ നമ്മൾ ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. അപ്പം ഇവിടെ നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ നമ്മുടെ ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്നത് സാധാരണ നോർമൽ ഇന്റർലോക്ക് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പം മുകളിൽ പോളിഷ് ചെയ്തിട്ട് അതിനെ കുറച്ചുകൂടെ ആ ഒരു എഫക്റ്റീവ്നെസ് കൂട്ടിയിട്ടുണ്ട്. പിന്നെ വരുമ്പോൾ ഇതിന്റെ ഏറ്റവും എഫക്റ്റീവായിട്ട് പറയാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഇവിടുത്തെ കാർ പോർച്ചാണ്. കാർ പോർച്ച് വളരെ ഭംഗിയായിട്ട് പോളികാർബണേറ്റിൽ ക്യാൻഡിലിവർ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. സാധാരണ എല്ലാവർക്കും ഇന്നുള്ളൊരു സംശയമാണ്, ഈ ക്യാൻഡിലിവർ കാർ പോർച്ചുകൾ വരുമ്പോൾ അതിൻ്റെ സ്ട്രെങ്ത് നിലനിൽക്കുമോ എന്നുള്ളൊരു സംശയമുണ്ട്. അതിനെപ്പറ്റി എന്താണ് റസീമിന് പറയാനുള്ളത്? സ്ട്രെങ്ത്തിന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. സ്ട്രെങ്ത് നമ്മളിപ്പം എന്താ പറയുക, നമ്മൾ ഒരു നോർമൽ വീടിൻ്റെ കാർപോർച്ച് കോൺക്രീറ്റിനകത്ത് ചെയ്യുന്നതിൻ്റെ അതേണൊക്കെ തന്നെ ക്വാളിറ്റി ഉണ്ടാവും. പിന്നെ കുറച്ച് മെയിൻ്റനൻസ് വരും. ഇപ്പോൾ നമ്മൾ പോളികാർബൺ ഷീറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഒരു 5 വർഷം കഴിയുന്ന സമയത്ത് എന്തെങ്കിലും ചെറിയ മെയിൻ്റനൻസ്, ക്ലീനിങ് അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടാവും. അല്ലാതെ വേറെ ക്വാളിറ്റിക്കകത്ത് അങ്ങനെ അത്ര വലിയ ഒരു കോംപ്രമൈസിൻ്റെ ഒരു പ്രശ്കളൊന്നും ഇതിനകത്ത് വരുന്നില്ല. 2 mm തിക്നെസ് ഉള്ള പോളികാർബണേറ്റ് ഷീറ്റുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. റെയിൻ ഡ്രോപ്സ് മോഡലുള്ള പോളികാർബണേറ്റ് ഷീറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതൊരു ഗ്രേ കളറാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നതെല്ലാം തന്നെ 3x3 സ്ക്വയർ ട്യൂബിൽ പൈപ്പ് ബെൻഡ് ചെയ്തെടുത്തിട്ടുള്ളതാണ് നമ്മൾ പോളികാർബണേറ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് വളരെ ഭംഗിയായിട്ടാണ് അത് അതിൻ്റെ എക്സിക്യൂഷൻ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ പോർഷനിലേക്ക് വരാം. ഇതിൻ്റെ ഈ എലിവേഷൻ്റെ ഈ ഫ്രണ്ട് സൈഡ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ സിറ്റ് ഔട്ട് ഒരു വൈഡ് സ്പേസിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്കൊരു ബുദ്ധൻ്റെ ഒരു സ്റ്റാച്ചു ഒക്കെ കൊടുത്ത് കോർട്ട്യാർഡ് സ്പേസ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ, ആ രീതിയിലുള്ളൊരു ഒരു സംഭവമാണ് ചെയ്തിരിക്കുന്നത്. എന്തായിരുന്നു ഈ ഒരു തോട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യം? ഇവിടെ ഈ ഫ്രണ്ട് സൈഡിൽ ഈ കോർട്ട്യാർഡ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യാനുള്ള കാരണം അകത്തുനിന്ന് ആക്സസ് കൊടുക്കാതെ പുറത്തുനിന്ന് ഒരു ആക്സസ് കൊടുത്തിട്ട് ചെയ്യാനുള്ള കാര്യം? അല്ല, നമുക്കിപ്പോൾ ഈ കോർട്ട്യാർഡ് എന്ന് പറയുന്നത് നമുക്ക് എവിടെ നിന്നാലും ആക്സസ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വെളിയിൽ നിന്ന് നമ്മളൊരാൾ വന്നാലും നമ്മുടെ ലിവിങ് റൂമിൽ ഇരുന്നാലും ബെഡ്റൂമിൽ ഇരുന്നാലും ഡൈനിങ് ഇരുന്നാലും നമുക്ക് ഈ 3, അതായത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ 4 പെർസ്പെക്റ്റീവ് വ്യൂ ഈ കോർട്ട്യാർഡിന് ഉണ്ട്.
അതെ, അത് ഈ 4 സൈഡിൽ നിന്നും നമുക്ക് വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ആ വിൻഡോസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനോട് ആക്സസ് അതെ അതെ എന്നാൽ അകത്ത് അതിനുള്ള ഒരു സ്പേസ് കൊടുക്കാതെ, പ്രോബ്ലം കൊടുക്കാതെ ചെയ്തിരിക്കുന്നു. പിന്നെ ഇത് മോളിൽ നിന്ന് ഓപ്പൺ ആണ് അല്ലേ? അതെ, പെർഗോളാസ് കൊടുത്തിട്ട് മോളിൽ നിന്ന് ഗ്ലാസ് ഇട്ടിരിക്കുകയാണ്. അപ്പം ലൈറ്റിന്റെ ഷെയ്ഡും ഇതിനൂടെ നല്ലപോലെ ട്രാൻസ്ഫർ ആകാനുള്ള സാധ്യത ഇതിനകത്തുണ്ട്. അപ്പം നമ്മളിവിടെ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ ലാൻഡ്സ്കേപ്പ് കുറച്ച് സ്ഥലം വിട്ടിട്ടുണ്ട്. കാര്യം ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് അവർക്ക് ചെയ്യാനായിട്ട് കുറച്ച് നമ്മൾ പിന്നെ ഗ്രാസ് ഒക്കെ കൊടുക്കാനായിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒപ്പം നമ്മളുടെ ഈ കോമ്പൗണ്ട് വാള്, അതുപോലെ ഗേറ്റ്സ്, അതുപോലെ നമ്മൾ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന ആ സ്ട്രക്ചറിന്റെ എലമെന്റ്സ്, പിന്നെ ഈ പറയുന്ന നമ്മളുടെ കാർ പോർച്ച്, പിന്നെ ഇത് ചുറ്റോട് ചുറ്റും മതിലും അതുപോലെ തന്നെ ബാക്കിൽ ഒരു ബാത്റൂം സ്പേസും ഒക്കെ നിങ്ങൾ അഡീഷണൽ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി എത്ര കോസ്റ്റ് ആയിട്ടുണ്ട് അഡീഷണൽ? ഇതെല്ലാം കൂടെ ഏകദേശം ഒരു 10 lakhs വീടിന്റെ കോസ്റ്റ് കൂടാതെ നമുക്ക് ഏകദേശം ഒരു 10 lakhs. അപ്പോൾ കൺസ്ട്രക്ഷൻ കോസ്റ്റ് നമ്മൾ 45 lakhs, ഈ പറയുന്ന ലാൻഡ്സ്കേപ്പ് മോഡ് 10 lakhs. അതെ, ആ എമൗണ്ട് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന്റെ അകത്തേക്ക് കിടക്കണം. അകത്തേക്ക് കിടക്കുമ്പോൾ ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന നിങ്ങളുടെ സ്ഥിരം സംഭവമാണ്. നിങ്ങൾ ഏത് വീടുകൾ എടുത്താലും ഒരു മൊറോക്കൻ പാറ്റേൺ ഉണ്ടാവും. മൊറോക്കൻ പാറ്റേൺ ഇല്ലാത്ത ഒരു കളിയില്ല. അപ്പോൾ മൊറോക്കൻ സീരീസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ മൊറോക്കൻ സീരീസ് മനസ്സിലാക്കണം, എപ്പോഴും എലിവേഷനെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ്. കാര്യം നമ്മളുടെ കണ്ണുടക്കാതെ പൂത്തില്ല ഈ സ്റ്റെപ്പിൽ. അതിന് ആൾക്കാർ സാധാരണ ലപ്പോത്ര ഗ്രാനൈറ്റ്സ് ഒക്കെയാണ് കൊടുക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഗ്രാനൈറ്റ്സ് എന്ന് പറയുന്നത് ഔട്ട്ഡേറ്റഡ് ആയി. ഗ്രാനൈറ്റ്സിന്റെ ഈക്വലന്റ് ആയിട്ടുള്ള സ്ട്രെങ്തിലുള്ള ടൈലുകൾ ഇന്ന് മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട്. അത് ചില ആൾക്കാരുടെ ഒരു പൊതുവെയുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട്. അതായത് അകത്തെല്ലാം ടൈൽസ് ഇടും, സ്റ്റെപ്പിന് വരുമ്പോഴത്തേക്ക് ലപ്പോത്ര ഗ്രാനൈറ്റ് ഉപയോഗിക്കണം എന്നുള്ള ചിലരുടെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. അതായത് ആ തെറ്റിദ്ധാരണ വരുന്നത് പറഞ്ഞാൽ ടൈൽസിന്റെ ക്വാളിറ്റി അത്രയ്ക്ക് കുറവാണ് എന്ന് വരുന്നിടത്താണ് ആ ഒരു തെറ്റിദ്ധാരണ വരുന്നത്. അതേ ക്വാളിറ്റിയുള്ള അതേ സ്ട്രെങ്ത് ഉള്ള ടൈൽസ്, വെട്ടിഫൈഡ് ബോഡി ടൈൽസിൽ നമുക്ക് ഇന്നുണ്ട്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നം മാറും. പക്ഷേ ഇതുപോലുള്ള കളർ പാറ്റേൺസ് കൊടുക്കുകയാണെങ്കിൽ, ആ കോമ്പിനേഷൻസ് കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര എഫക്റ്റീവ് ആയിരിക്കും നമ്മളുടെ വ്യൂ. അല്ലേ? ഇനി നമുക്ക് ഇതിന്റെ അകത്തേക്ക് കടക്കുന്നതിന് മുന്നേ ഇതിന്റെ ഈ ഡോർസിനെ പറ്റിയാണ് പറയാനുള്ളത്. ഈ ഡോർ ഭയങ്കര ആംബിയൻസിലാണല്ലോ റസീം ചെയ്തിരിക്കുന്നത്. എന്താണ് ഇത്? നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ടീക്ക് വുഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ടീക്ക് വുഡിനകത്ത് നമ്മൾ ഡബിൾ ഡോറാണ് ചെയ്തിരിക്കുന്നത്. കാര്യം നമുക്ക് വൺ സൈഡിലൂടെ തുറന്ന് വെക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് നമ്മൾ 2 സൈഡിലൂടെ തുറക്കാൻ വേണ്ടിയിട്ട് ഡബിൾ ഡോർ, അതായത് പലയിടത്തും പല രീതിയിലാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മളിപ്പോൾ ഈക്വൽ ഡിവിഷനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഈക്വൽ ഡിവിഷൻ കൊടുത്തിട്ട് നമ്മൾ അതിനകത്ത് റൗട്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെറിയ ഒരു ലൂവേഴ്സ് നമ്മൾ അതിനകത്ത് സെറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അല്ല വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. നോർമൽ സിമ്പിളായിട്ടുള്ള ഒരു സംഭവമാണ് ചെയ്തിരിക്കുന്നത്. അതെ, ഹാൻഡിൽസ് കുറച്ച് ലോങ് ആണ്, ലോങ് ഹാൻഡിൽസിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ ഭംഗിയായിട്ടാണ് അതിൻ്റെ ഒരു എക്സിക്യൂഷൻ വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ സാധാരണ ഡോർസ് ഫിറ്റ് ചെയ്യും, ഫ്രണ്ടിൽ തേക്ക് ഡോറും ഫ്രെയിമും എല്ലാം കൊടുക്കും. സാധാരണ ഇപ്പം തന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഹിഞ്ചസ്, ഈ ഹിഞ്ചസ് സാധാരണ നമ്മൾ 2 ഗ്രേഡ് ഹിഞ്ചസ് ഉണ്ട്. 304 ഉണ്ട്, 202 ഉണ്ട്. അത് 3 ഇഞ്ച്, 4 ഇഞ്ച്, 5 ഇഞ്ച്, 6 ഇഞ്ച് പറഞ്ഞിട്ടുള്ള ഉണ്ട്. നിങ്ങൾ ഇതിൽ 304 തന്നെയല്ല ഉപയോഗിക്കുന്നത്. അതെ, 304 ഉപയോഗിക്കാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് സ്ട്രെങ്ത് കുറവായിരിക്കും. ഇത് റസ്റ്റ് പിടിക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അതുപോലെ ബിയറിംഗ് ഹിഞ്ചസ് ആണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. ബിയറിംഗ് ഹിഞ്ചസ് തന്നെ ഉപയോഗിക്കണം. അങ്ങനെ ഉപയോഗിക്കുന്നതിനകത്താണ് സ്ട്രെങ്ത് ഉള്ളത്. അതെ, അതുകൂടാതെ ഈ പറഞ്ഞ ചില ആൾക്കാർ 4 ഇഞ്ചിൻ്റെ വെച്ചിട്ട് ചിലപ്പോൾ 5 ഇഞ്ചസ് കൊടുക്കാറുണ്ട്. ചില ആൾക്കാർ എന്ന് പറയുമ്പോൾ 6 ഇഞ്ചിൻ്റെ വെച്ചിട്ട് ചിലപ്പോൾ 3 ഇഞ്ചസ് കൊടുക്കാറുണ്ട്. ഏതാണ് നല്ലത്? അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് നല്ലത് മോശം എന്ന് നമുക്ക് പറയാനില്ല. അപ്പം ഒരുപാട് വന്ന് ഹിഞ്ചസ് നിരന്നിരിക്കുന്നതിനെക്കാട്ടി നല്ലത് 6 ഇഞ്ചിൻ്റെ ഒരു 3 ഹിഞ്ചസ് കൊടുത്താൽ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അതെ, ഹൈറ്റിനെയാണ് നമ്മൾ 6 ഇഞ്ച് എന്ന് പറയുന്നത്. ലെങ്ത് കൊടുത്തിട്ട് ഇപ്പം 3 ഇഞ്ചസ് 6 ഇഞ്ചിന്റെ കൊടുക്കുന്നതും 4 ഇഞ്ചസ് കൊടുക്കുന്നതും ഏകദേശം സ്ട്രെങ്ത് ഈക്വലാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇനി ഇതിന്റെ അകത്തേക്ക് കടന്നു വരുമ്പോൾ അകത്ത് ഒരു പാത്ത് വേ സൃഷ്ടിച്ചിട്ടുണ്ട് ഈ മൊറോക്കൻ സീരീസിന്റെ. അതെ. അപ്പം ഇതാണ് നമ്മുടെ ലിവിംഗ് റൂം സ്പേസ്. ഈ ലിവിംഗ് റൂം സ്പേസ് ശരിക്കും ബാക്കിയുള്ളതുമായിട്ട് കണക്ടിവിറ്റി ഇല്ലാതെ അതിനെ മാത്രമായിട്ട് വെച്ചിരിക്കുകയാണ്. അതായത് ഫോർമൽ ലിവിംഗും കാഷ്വൽ ലിവിംഗും ഒരുമിച്ച് തന്നെയാണ് ഈ വീടിന് ഉള്ളത്. ഇവിടെ ഒരു ഇരിക്കാനുള്ള ഒരു സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇതിന്റെ ഈ വിൻഡോയുടെ ഈ ഫ്രെയിം ഡിസൈൻ, ഇതെന്താണ് ഈ പാറ്റേൺ? അല്ല, അങ്ങനെ ഒരു പ്രത്യേകിച്ച് അങ്ങനെ ഒരു പാറ്റേൺ ഒന്നും ഇല്ല. ഒരു ചെറിയൊരു ഡിസൈൻ അത്രേ ഉള്ളൂ. ഇപ്പോൾ നോർമലി എല്ലാവരും ഗ്രില്ല് ഉപയോഗിക്കുന്നതിൽ നമ്മൾ GI കൂടെ ചെയ്തിട്ട് അതിന് ചെറിയൊരു ഡിസൈൻ നമ്മൾ ചെറിയൊരു ചേഞ്ചസ് വരുത്തി, അത്രേ ഉള്ളൂ. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഇതിനകത്തോട്ട് വരുമ്പം ഈ ഒരു ഡിസൈൻ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കത്തില്ല. അല്ല, കുറച്ച് എക്സ്പോസ് ചെയ്താണ് നിൽക്കുന്നത്. അതെ, അത് എക്സ്പോസ് ചെയ്ത് തന്നെയാണ് നിൽക്കുന്നത്. അതിന് സ്ട്രെങ്തും ഉണ്ട്. അത് നിങ്ങളുടെ പാറ്റേണുകളിൽ നിങ്ങളത് ചെയ്യുന്നത് ഇങ്ങനെയാണ്? അല്ല, നോർമലി നമ്മൾ ചെയ്യുന്ന പാറ്റേണിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നമ്മളത് കുറച്ച് ട്യൂബും കൂടെ കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നോർമലി എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടലി മാത്രമാണ് നമ്മൾ ഇതിൻ്റെ സ്റ്റീൽ റോഡിനെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. പിന്നെ റസീമ ഞാൻ കാണിച്ചിട്ടെ, ഈ പറയുന്ന സീലിംഗ് ഇത് ജിപ്സം സീലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അതെ, ഈ ജിപ്സം സീലിംഗ് ചെയ്തിരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ പാറ്റേൺസ് കൊടുത്തിരിക്കുന്നത് എന്താണ് സംഭവം? നമ്മൾ ഇത് ജിപ്സം സീലിംഗ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ഈ പനമ്പ എന്നൊക്കെ പറയത്തില്ലേ, ഞങ്ങൾ ഒരുപാട് ഇതിന് മുമ്പൊക്കെ ഉപയോഗിച്ചുള്ള സംഭവങ്ങളാണ്. അപ്പോൾ മറ്റുള്ള സൈറ്റുകളിൽ നമ്മൾ പനമ്പ ഡയറക്റ്റ് അങ്ങ് അപ്ലൈ ചെയ്തത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ജിപ്സത്തിൻ്റെ വർക്കിനകത്ത് കുറച്ച് പനമ്പായുടെ ഡിസൈനും കൂടെ നമ്മൾ ആഡ് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് പ്ലെയിൻ ആയിട്ട് ചെയ്യാതെ ജിപ്സം ചെയ്തിട്ട് അതിൽ നിന്ന് ചെറിയ ചെറിയ ഹോൾസ് ഇട്ട്. ഈ പനമ്പ എന്ന് പറയുന്നത് നമ്മുടെ പ്ലൈവുഡ് പോലത്തെ, അതെ, പ്ലൈവുഡ് പോലത്തുള്ള ഒരു സംഭവമാണ്, ഒരു മെറ്റീരിയലാണ്. അതെ. അതിന്റെ സൈസ് എങ്ങനെ വരും? അത് പല സൈസിൽ നമുക്ക് അവൈലബിൾ ആണ്. 8x4 ഷീറ്റ് വരുന്നുണ്ട്, 6x2 വരുന്നുണ്ട്, അങ്ങനെ പല പല സൈസിൽ വരും. ഈ പനമ്പ ചെയ്യുന്നത് കൊണ്ട് നോർമൽ ജിപ്സം സീലിംഗിനെക്കാട്ടിലും കോസ്റ്റ് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? കോസ്റ്റ് അങ്ങനെ വലിയ വ്യത്യാസം ഒന്നും പറയാനൊന്നുമില്ല. കാര്യം ഇത് പ്ലെയിൻ സീലിംഗ് ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു തീമിലാണ് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ പൈൻവുഡ് ആണ് ഇന്റീരിയറിന് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ പൈനോട്ട് മാറ്റി എന്നൊരു തീം സീലിംഗ് വരണം. ഈ പൈൻവുഡ് എന്തുകൊണ്ടാണ് പൈൻവുഡിലേക്ക് വരാനുള്ള കാര്യം? നോർമൽ വുഡ് ഉപയോഗിക്കാതെ പൈൻവുഡ് ഉപയോഗിക്കാനുള്ള കാരണം? പൈൻവുഡ് എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ നമുക്ക് റിലയബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം പോയി തടികളൊക്കെ സാമിൽസിലൊക്കെ നമ്മൾ പോയി തടിയൊക്കെ എടുത്ത് കട്ടിങ് ചാർജ്, അതിൻ്റെ പ്ലെയിനിങ് ചാർജ്, മറ്റുള്ള അതിൻ്റെ ടൈം വേസ്റ്റേജ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഇറ്റ്സ് എന്താ പറയുന്നത്, അതൊരു റെഡിമെയ്ഡ് പ്രോഡക്റ്റ് ആണ്. നമ്മുടെ അധികം അതിനകത്ത് പ്ലെയിനിങ് ഒന്നും പറഞ്ഞ കാര്യമില്ല, ഒന്നുമില്ല. സൈസിൽ കിട്ടും. സൈസിൽ ലെങ്ത് ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ 12 ഫീറ്റ് അല്ലെങ്കിൽ 13, 15 ഫീറ്റ് അങ്ങനെ ലെങ്ത് എത്ര ലെങ്ത് വേണമെങ്കിലും കിട്ടും. പിന്നെ സൈസ് ഇപ്പോൾ സ്ക്വയർ ട്യൂബിന്റെ കാര്യം പറയുന്ന പോലെ തന്നെ സൈസുകൾ കിട്ടും. അതെ, നമുക്ക് ആവശ്യപ്പെടുന്ന സൈസുകൾ കിട്ടും. ഇവിടെ ഫർണിച്ചർ എല്ലാം നമ്മൾ ഈ പൈൻവുഡിൽ തന്നെ ചെയ്തത്. മൊത്തം ഫർണിച്ചർ ഒന്നും സൈസ് കറക്റ്റ് സൈസിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ റെഡിമെയ്ഡ് സൈസ് കിട്ടും. ആ ഒരു കോസ്റ്റ് നമുക്ക് ഇതിനകത്ത് ലാഭിക്കാൻ പറ്റും. നോർമൽ തടിയെക്കാട്ടിൽ വില കൂടുതലാണോ പൈൻവുഡിന്? വില ചിലപ്പോൾ നോക്കുമ്പോൾ ചിലപ്പോൾ കൂടുതലായിരിക്കും. ചിലപ്പോൾ കൂടുതലായിരിക്കും. എന്ന് വെച്ചാൽ ഇത് കൊച്ചിയിലാണ് അവൈലബിൾ. ട്രാൻസ്പോർട്ടിങ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ വിലയുടെ വ്യത്യാസം വരുന്നു. ആ ഒരു വ്യത്യാസം വരും. പക്ഷേ നമുക്ക് ലേബർ ചാർജ് വേണമെങ്കിൽ കുറയ്ക്കാം. ട്രെയിനിങ് ഇല്ല, പിന്നെ കട്ടിങ്ങിന് കട്ട് ചെയ്ത് ഉപയോഗിക്കാം. ആ ഒരു പർപ്പസിന് ഈ പൈൻവുഡ് ആണ് ബെസ്റ്റ്. ഇവിടെ നമ്മൾ TV സ്പേസ് കൊടുത്തിരിക്കുന്നത് നമ്മൾ സാധാരണ പ്ലൈവുഡ് മൈക്ക ലാമിനേഷൻ കൊടുക്കുന്നതിന് പകരം ഈ പൈൻവുഡിന്റെ ഒരു 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 എലമെന്റ് കൊടുത്ത് അതിനെ ഭംഗിയാക്കിയിട്ടുണ്ട്. അപ്പം ഇതിനൊരു കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര ഒരു എന്താ പറയാ, ഒരു സൂപ്പർ ഫീലിംഗ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കട്ടിംഗ് വേസ്റ്റേജ് ആണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതെ, ആ കട്ടിംഗ് വേസ്റ്റേജ് പ്രോപ്പറായിട്ട് ഒപ്റ്റിമൈസ് ചെയ്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഭയങ്കര ഒരു സംഭവമാണ്. നമ്മൾ ഈ മെറ്റീരിയൽ 10 സാധനം എടുത്തിട്ട് ഈ 10 സാധനവും എവിടെയെങ്കിലും ഒക്കെ ഉപയോഗിച്ചെടുക്കാൻ പറ്റുന്നതാണ് ശരിക്കും പറഞ്ഞാൽ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുക. ഡിസൈനിന്റെ വിജയവും അത് തന്നെയാണ്. പിന്നെ ഇവിടെ ഈ TV സ്പേസിന് താഴെ കൊടുത്തിരിക്കുന്നത് ഈ പൈൻവുഡ് തന്നെ. അതിനകത്ത് ഇവിടെ മൈക്ക ലാമിനേഷൻ കൊടുത്തിട്ടുണ്ട്. ഷട്ടറുകൾ കംപ്ലീറ്റ് ഈ ഒരു ഗ്രീനും പൈനോട് ചേർന്നുള്ള ആ ഒരു തീമാണ് കൊടുത്തത്. ഫാനായാലും തന്നെ ഗ്രീൻ ഫാൻ. അപ്പൊ ഈ ഇത് BLDC ഫാനാണ് യൂസ് ചെയ്യുന്നത്. BLDC ഫാനിന്റെ ആ കളറോട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിന്റെ ആ ആംബിയൻസിന് അതുപോലെ തന്നെ ആ ഒരു റിച്ച് സാധനം കൊണ്ടുവരാൻ പറ്റി. പിന്നെ നമ്മൾ ഈ തറയിലിട്ടിരിക്കുന്ന ഈ ടൈൽസ് എന്ന് പറഞ്ഞാൽ ഈ മൊറോക്കൻ സീരീസിന്റെ അതേ ഒരു ഗ്രേ ലൈറ്റ് കോമ്പിനേഷൻ വരത്തക്ക രീതിയിലുള്ള ടൈൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ലൈനപ്പ് കൊടുത്തിട്ടുണ്ട്, 2 ലൈനിങ് കൊടുത്തിട്ടുണ്ട്, ഒരു വുഡൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇതിന്റെ ഡൈനിങ് സ്പേസിലേക്ക് വന്നിരിക്കുകയാണ്. ഡൈനിങ് സ്പേസിൽ ഇവിടെ ഒരു പാറ്റിയോ എന്ന് വേണമെങ്കിൽ പറയാം. പാറ്റിയോ എന്ന് പറയാം, ഒരു സ്റ്റഡി ഏരിയ. നിങ്ങളുടെ എല്ലാത്തിനകത്തും ഈ സെയിം പാറ്റേൺ കൊടുക്കും. നിങ്ങൾ സ്റ്റഡി ഏരിയക്ക് തൊട്ട് മുന്നേ ചെയ്ത വീട്ടിലും അങ്ങനൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. സ്റ്റഡി ഏരിയ എന്ന് പറയുമ്പോൾ നമുക്കിപ്പം പേരൻസിന് കുട്ടികളെ കാണണം, അവരെന്താണ് ചെയ്യുന്നത്. ഇപ്പം പുതിയൊരു കാലഘട്ടമാണ്, കമ്പ്യൂട്ടറൊക്കെ എങ്ങനെ യൂസ് ചെയ്യാൻ ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സ്റ്റഡി ഏരിയ അങ്ങനെ ഒരു പബ്ലിക് പ്ലേസിൽ അല്ലെങ്കിൽ ഒരു ഡൈനിങ്ങിനോട് ആഡ് ചെയ്തു. അതായത് നമ്മളുടെ വീടുകൾ നിർമ്മിക്കുമ്പോൾ നമ്മളുടെ പേരൻസും കുട്ടികളും തമ്മിലുള്ള കണക്ടിവിറ്റി, ഇപ്പം ഞാൻ തൊട്ട് മുന്നേ ചെയ്ത വീടിൻ്റെ മുകളിൽ നിന്നുള്ള അക്സസിബിലിറ്റിയാണ് താഴെ പേരൻസിന് കിട്ടുന്ന രീതിയിലാണ് ആ ആർക്കിടെക്ട് ഡിസൈൻ ചെയ്തത്. നിങ്ങളുടെ പാറ്റേൺസിലെല്ലാം തന്നെ ഇപ്പം ഈ സ്റ്റഡി ഏരിയ നമ്മളുടെ താഴത്തെ ഫ്ലോറിൽ ഇപ്പം അമ്മ കിച്ചണിൽ ജോലി ചെയ്യുന്നു, അല്ലെ അച്ഛൻ ഓഫീസ് കാര്യങ്ങൾ ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ കുഞ്ഞുങ്ങളെ ആ കണക്ടിവിറ്റി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് നമ്മുടെ വീടുകൾക്കെല്ലാം അത്യന്താപേക്ഷിതമാണ്. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനിയുള്ള പുതിയ തലമുറയോടുള്ള കൺട്രോൾ, നമ്മുടെ പേരൻസിന്റെ കൺട്രോൾ കൂടാനുള്ള സാധ്യതയാണ്. ഇത് എന്ത് ടൈപ്പ് ടൈലാണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്? നമ്മൾ ടെറാക്കോട്ടയുടെ നാച്ചുറൽ ക്ലേ ടൈൽസ് ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഡബിൾ സ്റ്റോറി കൊടുത്തിരിക്കുന്നത്. അതെ, ഡബിൾ ഹൈറ്റ് ആണ്. ഡബിൾ ഹൈറ്റ് കൊടുത്തിട്ട് ഡബിൾ ഹൈറ്റിനകത്ത് വിൻഡോസിന്റെ ഒരു എലമെന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതേ പാറ്റേൺ നമ്മളിപ്പോൾ അവിടെ കണ്ട സെയിം പാറ്റേൺ ഫുള്ള് ഗ്ലാസ്സിൽ പോയിരിക്കുക. ഈ വിൻഡോസ് എല്ലാം തന്നെ നമുക്ക് തുറന്നിടാൻ പറ്റും, ടോപ്പിൽ താഴെ. അതെ, താഴത്തെ ഫുൾ നമുക്ക് ഓപ്പൺ ആണ്. അപ്പൊ ഈ ശരിക്കും പറഞ്ഞാൽ വിൻഡിന്റെ സർക്കുലേഷൻ ഇതിനകത്തൂടെ വളരെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതുപോലെ തന്നെ ഇവിടെ ബുക്ക് വെക്കാനുള്ള ഒരു സ്തംഭവും ചെയ്തിട്ടുണ്ട്. അത് ഈ പൈൻവുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതെ. അപ്പൊ ഇനി നമ്മൾ ഇനി ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഡൈനിങ് സ്പേസിനെ പറ്റി പറയാം. ഡൈനിങ് സ്പേസ് ഒരു ചെറിയ ഏരിയ ആണ് അതിനുവേണ്ടി സ്പെയർ ചെയ്തിരിക്കുന്നത്. മിനിമലിസ്റ്റിക് ആണ് ഡൈനിങ് ഏരിയ, വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഡൈനിങ് സ്പേസ്. പക്ഷേ ഈ ഡൈനിങ് സ്പേസ് ഇന്നാലും റോഡിൽ നിൽക്കുന്ന കാര്യങ്ങൾ കാണാൻ പറ്റും. അതെ. പിന്നെ നമ്മുടെ കോട്ടയാടിലൂടെ വിഷൻ റോഡ് വരെ പോകാനുള്ള സാധ്യത അവിടെ വളരെ ഭംഗിയായിട്ടുണ്ട്.
ശരിക്കും നമ്മുടെ ഈ ഫർണിച്ചേഴ്സും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഓൺ യൂണിറ്റിലാണല്ലോ ചെയ്യേണ്ടി വരും. അതെ. അപ്പം ശരിക്കും ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എത്ര സ്റ്റാഫുകൾ നിങ്ങളുടെ യൂണിറ്റിലുണ്ടാവും? അപ്പോൾ നമുക്ക് ഏകദേശം പറയുകയാണെങ്കിൽ ഒരു 100 സ്റ്റാഫുകൾ നമുക്ക് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇത്രയും പ്രൊജക്റ്റുകൾ ചെയ്യാൻ പറ്റത്തില്ല, ഇങ്ങനെയുള്ള ഈ എക്സിക്യൂഷൻസ് ഒന്നും നിങ്ങൾക്ക് കൊണ്ട് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ കിച്ചന്റെ സ്പേസിലേക്ക് പോകുമ്പോൾ കിച്ചന്റെ ഇവിടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ചെയ്തിരിക്കുന്നത് ഈ പൈൻവുഡിൽ തന്നെയാണ്. അപ്പോൾ ഈ സത്യത്തിൽ പൈൻവുഡിന്റെ ഒരു ഗുണം, ഒരു രസം, ഒരു ഭംഗി വന്നത് ഈ പറയുന്ന ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിന്റെ പോർഷനിലാണ്. എന്തായിരുന്നു ഈ ഒരു വലിപ്പം കൂടിയ, സാധാരണ എല്ലാവരും ഹൈറ്റ് കൂട്ടി വലിപ്പം കുറച്ചിട്ടാണ് ചെയ്യുന്നത്, ഇതെന്താണ് വലിപ്പം കൂടിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ പ്ലാനിങ്? വലിപ്പം കൂടി അടിഭാഗത്ത് കുറച്ച് സ്റ്റോറേജ് കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. കിച്ചന്റെ കൗണ്ടർ സ്പേസ് കുറവായതുകൊണ്ട് അവിടെയും കൂടെ കുറച്ച് സ്റ്റോറേജ് ആഡ് ചെയ്തുകൊണ്ടാണ് അത് അങ്ങനെ വന്നിരിക്കുന്നത് അല്ലേ? അപ്പം കിച്ചൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ വൈഡ് ഏരിയ ഒന്നുമല്ല, നോർമൽ സൈസിലുള്ള ഒരു കിച്ചൺ. ആ കിച്ചൺ മുകളിൽ നമ്മൾ ടോപ്പിൽ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. അതെ. സാധാരണ എല്ലാവരും കിച്ചൺ ടോപ്പും അങ്ങനെയൊക്കെയുള്ള കോസ്റ്റ്ലി സാധനങ്ങൾ കൊടുക്കുന്നതിന് പകരം സാധാരണ ടൈലാണ്, ടൈൽസ്, അതായത് പോർസെലിൻ ടൈൽസ് എന്ന് പറയും. അതാണ് കൊടുത്തിരിക്കുന്നത്. താഴെ എല്ലാം പ്ലൈവുഡ് അല്ല കൊടുത്തിരിക്കുന്നത്, എല്ലാം പൈൻവുഡിൽ നമ്മുടെ മൈക്ക ലാമിനേഷൻ. ഇപ്പം അരുൺ പറഞ്ഞ പോലെ ഈ കളർ കോമ്പിനേഷൻ ആണ് എല്ലായിടത്തും, ഒരേ കോമ്പിനേഷൻ ആണ് എല്ലായിടത്തും വന്നിരിക്കുന്നത്, ഒറ്റ തീം. ടോട്ടലി നിങ്ങളുടെ ആ റൗണ്ട് പാറ്റേണിലുള്ള സാധനം നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് എന്ത് ടൈപ്പാണ്? ഇത് സെക്ഷൻസ് ആണോ അതോ ജിപ്സം വർക്കാണോ ചെയ്തിരിക്കുന്നത്? ഇത് നമുക്ക് പെട്ടെന്ന് നമുക്ക് കയറി വരുമ്പോൾ കണ്ടത് നമുക്ക് ഒരു GI പൈപ്പ് പാനൽ ചെയ്ത് വെച്ചിട്ട് അതിന്റെ മുകളിൽ ചെയ്തിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് ആ ജിപ്സത്തിന്റെ കൺഫിഗറേഷൻ തന്നെയാണ്. അതെ. ആ ജിപ്സത്തിന്റെ കാൽക്കുലേഷനിൽ ഈ സാധനം വരുമ്പോൾ ഇതിന്റെ സ്ട്രെങ്തിന് എന്തെങ്കിലും പ്രശ്നം വരാൻ സാധ്യത ഇല്ല, ഒരു പ്രശ്നവും വരുന്നില്ല. അപ്പം ഞാൻ അരുണിനോട് റസീവിനോട് ഒരു ക്വസ്റ്റ്യൻ, അതായത് നിങ്ങൾ ഈ വാസ്തു, നമ്മളുടെ വീട് വെക്കാൻ പോകുമ്പോൾ നമ്മളൊരു വാസ്തു എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ഈ വാസ്തു എന്ന് പറയുന്ന സംഭവത്തിന് എത്രത്തോളം നിങ്ങളുടെ പ്രൊജക്റ്റുകളിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്? തീർച്ചയായിട്ടും നമ്മൾ വാസ്തു സയന്റിഫിക്കലി, വാസ്തു എന്ന് പറയുമ്പം സ്പിരിച്വലിനൊക്കെ ഉപരി സയന്റിഫിക് ആണ്. സയന്റിഫിക് വാസ്തു നമ്മൾ എല്ലാ വീടുകളിലും അഡോപ്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പം യഥാർത്ഥത്തിൽ വാസ്തു കോൺടെക്സ്റ്റ് ആണ്. ഒരു പ്ലോട്ടിൽ എങ്ങനെയാണോ അതുപോലെ ആയിരിക്കില്ല വാസ്തു അടുത്തൊരു പ്ലോട്ടിന്, പക്ഷേ വ്യത്യാസം വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈസ്റ്റ് ഡയറക്ഷനിലാണ് കിച്ചന്റെ ഹോബുകൾ വരേണ്ടത് അല്ലെങ്കിൽ അടുപ്പ് വരേണ്ടത് എന്ന് പറയാറുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതൊരു ഒരു കോൺടെക്സ്റ്റ് ആണ്. ആ ഒരു കാലഘട്ടം, പഴയ കാലം, എനിക്കൊന്നൊരു ഇലക്ട്രിസിറ്റി ഒക്കെ വരുന്നതിന് മുന്നേ ഉള്ള ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഈസ്റ്റിലേക്ക് വെച്ചില്ലെങ്കിൽ അവിടെ ഒരു ഈസ്റ്റിലേക്ക് അടുപ്പ് വെച്ചിട്ട് അവിടെ ചെറിയ ഒരു വിൻഡോ ലൈറ്റ് അകത്ത് കിടന്ന് അത് കാണാൻ പ്രോപ്പറായിട്ട് ആ ലൈറ്റ് വന്നിട്ട് നമ്മൾ കറി വെക്കുന്ന പാചകം ചെയ്ത് കാണാൻ കഴിയും. അതാണ് പറയുന്നത് അന്നത്തെ ഒരു വാസ്തു സൈൻ. അതാണ് ശരിക്കും വാസ്തു. ഇന്ന് ചിലപ്പോൾ അതിന്റെ ആവശ്യമില്ല, കാര്യം ഇലക്ട്രിസിറ്റി ലൈറ്റ് ഉണ്ട്. പിന്നെ അത് തുടർന്ന് വരുന്നത് ഈസ്റ്റിലേക്ക് ചെയ്യുന്നോണ്ട് ഈസ്റ്റിലേക്ക് തന്നെ ചെയ്യുന്ന കാര്യം. പിന്നെ ഈ വാസ്തുവിന് അതൊരു വലിയ കാര്യമുണ്ട്. വാസ്തു എന്ന് നോക്കുന്നത് കൊണ്ട് വീട്ടിലുണ്ടാകേണ്ട അഡ്വാൻറ്റേജ് പറഞ്ഞാൽ വിൻഡ് സർക്കുലേഷൻ. ഇപ്പം ഈ സൗത്ത് സൈഡ്, നോർത്ത് വെസ്റ്റ് സൈഡ് എന്നൊക്കെ പറയുന്ന പോലെ അതിന്റെ ഡയറക്ഷൻസ്, അതായത് ഓരോ ഭൂമി പ്രദേശത്തിനും ഓരോ ടെറൈനും ഓരോ രീതിയിൽ വാസ്തു ഉണ്ട്. ആ ഒരു സാധനം ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളതാണ്. ക്ലൈമറ്റിക് കണ്ടീഷൻ അനുസരിച്ച് വീട് ചെയ്യുക. സൗത്ത് വെസ്റ്റിലാണ് കന്നിമൂല എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ സൗത്ത് വെസ്റ്റ് കന്നിമൂലാവാൻ കാരണം സൗത്ത് വെസ്റ്റ് മൺസൂണിനെ ബേസ് ചെയ്തിട്ട് അത് പറയുന്നത്. അപ്പൊ സൗത്ത് വെസ്റ്റിലേക്ക് നിന്നാണ് കാറ്റടിച്ചിട്ട് നോർത്ത് ഈസ്റ്റിലേക്ക് പോകുന്നത്. സൗത്ത് വെസ്റ്റ് മൺസൂൺ കേരളത്തിൽ കിട്ടുന്ന ക്ലൈമറ്റ് വെച്ചിട്ട്. അപ്പോൾ അവിടെ സൗത്ത് വെസ്റ്റ് കൊണ്ടൊരു ബാത്റൂം വെച്ചാലോ കിച്ചൺ വെച്ചാലോ ആ സ്മെല്ലെല്ലാം നമ്മുടെ റൂമിലൊക്കെ സ്പ്രെഡ് ചെയ്ത് എപ്പോഴും റൂമിൽ ആ ഒരു സ്മെല്ലായിരിക്കും. അതുകൊണ്ടാണ് സൗത്ത് വെസ്റ്റിൽ ബാത്റൂം വെക്കരുതെന്ന് പറയുന്നത്. ഇതാണ് നേരത്തെ എന്റെ സയൻസ്. പക്ഷേ പല ആൾക്കാരും മനസ്സിലാക്കണം, സൗത്ത് വെസ്റ്റ് മൺസൂണിന്റെ നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റ് മാറിയിട്ടുണ്ട്. സൗത്ത് വെസ്റ്റ് ഇപ്പോൾ സൗത്ത് വെസ്റ്റ് മൺസൂൺ കിട്ടാറില്ല. അത് എവിടുന്നാ വരുന്നത് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കില്ല. പിന്നെ ഇതിനകത്ത് ഓരോ മിഥ്യാധാരണകളാണ് ആൾക്കാരെ കൊണ്ടുവന്ന് വല്ലാത്ത ആക്കുന്നത്. എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അയ്യോ നിങ്ങളിത് കന്നിമൂലയിലല്ല ചെയ്തിരിക്കുന്നത്, ദൈവമായിട്ട് കണക്ട് ചെയ്തിട്ട് അതിനെ വേറൊരു രീതിയിലാക്കി അതിനെ വല്ലാതാക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തു എന്ന് പറയുന്ന ഒരു സയൻസ് മാത്രമാണ്. ആ സയൻസിലൂടെ എങ്ങനെയാണ് ആ വീടിനകത്ത് വെളിച്ചവും കാറ്റും കൊള്ളേണ്ടത് എന്നുള്ളതിനെ ബന്ധപ്പെടുത്തി മാത്രമാണ് വാസ്തു നിർണ്ണയിക്കാൻ പാടുള്ളൂ. ഒറിജിനൽ ഏതെന്നറിയാൻ വെരി ഈസി. ഓർക്കുക, ബീന VGC. മധ്യ കേരളത്തിലെ ഏറ്റവും വലിയ റൂഫിംഗ് ആൻഡ് ആക്സസറി സ്റ്റോർ VGC ബീന, കായംകുളം. അപ്പം ഞാൻ ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്, നമ്മുടെ ഈ ഡൈനിങ് സ്പേസിനെ പറ്റി പറഞ്ഞു, ഇവിടെ ഒരു സ്റ്റഡി സ്പേസിനെ പറ്റി പറഞ്ഞു, ഇവിടെ ഒരു നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ പറഞ്ഞു. ഇതിൻ്റെ വാഷ് കൗണ്ടർ നിങ്ങൾ വേറൊരു സ്പേസിലാണ് കൊടുത്തത്.
അതെ, വാഷ് കൗണ്ടർ എപ്പോഴും ഒരു പ്രൈവസി ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ അതെ, പക്ഷേ പ്രൈവസിക്ക് വേണ്ടി നിങ്ങളൊരു വളരെ കോർണറിലാണ് കൊണ്ട് കൊടുത്തിരിക്കുന്നത്. അതെ, അതും വളരെ ഭംഗിയായിട്ട് തന്നെ ഒരു റൗണ്ട് മിററും അതുപോലെ തന്നെ വളരെ ആംബിയൻസ് ഉള്ള ഒരു വാഷ് ബേസിനുമാണ് ചെയ്തിരിക്കുന്നത്. അത് സാധാരണ ഇത് ടൈലിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ടൈല് കാർവിംഗ് ചെയ്യാനുള്ള ഒരു പ്രശ്നം ഉണ്ടാവില്ലേ സാധാരണ ടൈൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ? അല്ല, ഇതിപ്പോൾ ഫുൾ ബോഡി ആയതുകൊണ്ട് പ്രശ്നമില്ല. കാർവിംഗ് ചെയ്യുന്ന സമയത്ത് പ്രശ്നമില്ല. നമുക്ക് അതാണ് ഫുൾ ബോഡി ടൈലുകൾ എടുത്താൽ മതി. അതെ, ഫുൾ ബോഡി ടൈൽസ് കാർവിംഗ് പ്രശ്നം ഉണ്ടാവും. പിന്നെ ഇവിടെ നമ്മളുടെ സ്റ്റെപ്സ്, അതായത് മുകളിലേക്ക് കയറാനുള്ള സ്റ്റെപ്സ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം. സാധാരണ നിലപാടിൽ എല്ലാവരും സ്ട്രക്ചറൽ സ്റ്റെപ്സ് കൊടുത്താലും മറ്റേ RCCയുടെ സ്റ്റെപ്സ് കൊടുത്താലും ഈ പറയുന്ന അതിൻ്റെ താഴത്തെ സ്പേസ് നമ്മൾ യൂട്ടിലൈസേഷൻ കൊടുക്കാറുണ്ട്. ഇവിടെ നമ്മളിപ്പോൾ യൂട്ടിലൈസേഷൻ കൂടുതൽ കാര്യം കെട്ടിരിക്കുകയാണ്. അത് പുതിയ വീടായതുകൊണ്ട് ഇനിയും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ? സ്പേസ് നമ്മൾ യൂട്ടിലിറ്റി തന്നെയാണ്. ഇൻവെർട്ടർ അങ്ങനെയുള്ള അതിനുവേണ്ടിയുള്ള സ്റ്റോറേജ് സ്പേസ് ആയിട്ട് നമ്മൾ മാറ്റാൻ വേണ്ടിയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇനി ഇങ്ങോട്ട് വരുമ്പോൾ ഈ സ്ട്രക്ചറൽ ട്യൂബിൽ ഇത് ഡിസൈൻ കൊടുത്തിരിക്കുന്നത് ഈ പറഞ്ഞ എന്താ പറയുന്നത്, ഇത് മെറ്റലിന്റെ അയൺ റാഡാണ്. അയൺ റാഡ് എന്ന് പറഞ്ഞാൽ കിലോയ്ക്ക് ഒരു 75 രൂപ 80 രൂപയ്ക്ക് അകത്തേ വരുള്ളൂ. ഒരു റാഡ് 18 അടി അല്ലെങ്കിൽ 20 അടി നീളമുള്ള സാധനത്തിന് ഒരു 4 കിലോ 4.5 കിലോ 5 കിലോയ്ക്കുള്ളിൽ വരത്തില്ല. അപ്പം ഒരു 100 രൂപ 150 രൂപയുടെ സാധനമാണിത്. പക്ഷെ ഈ ഭംഗിയുള്ള ഈ സാധനത്തിന്, ഈ മെറ്റലിനെ നമ്മൾ ഇങ്ങനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിന് വേറൊരു ലുക്കായി, വേറൊരു ഫീലിംഗ് തന്നെ കൊണ്ടുവരാൻ പറ്റും. ഇതിപ്പം ഇനാമൽ പെയിൻറ്റും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ദൂരെ നിന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് അതൊരു വെറും ഇരുമ്പ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് ഒരിക്കലും ഉണ്ടാകത്തില്ല. പക്ഷേ ഈ സാധനം കടയിൽ കിടക്കുന്ന കണ്ട് ആരും എടുക്കും. അത് ആരും എടുക്കത്തില്ല. കടയിൽ കിടക്കുന്നതിന് ലുക്കില്ലാത്തതുകൊണ്ട് ആരും എടുക്കത്തില്ല. പിന്നെ ഇതിന്റെ സ്ട്രക്ചറിലാണ് ചെയ്തിരിക്കുന്നത്. അതായത് 4-2 ട്യൂബ് വെച്ചിട്ട് ക്രോസ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ട്യൂബിലാണ് ഇതിന്റെ ലോഡ് മൊത്തം പോകുന്നത്. സെന്റർ സെക്ഷൻ 2 ഉപയോഗിച്ചിട്ടുണ്ട്. സെന്റർ സെക്ഷൻ 2 ഉപയോഗിച്ചിരിക്കുന്നത്. അത് നമ്മൾ ഭിത്തിയിലോട്ട് കണക്ട് കൊടുത്ത് ഭിത്തിയിൽ നിന്നാണ് ലോഡ് വേറെ ചെയ്യാൻ കൊടുത്തിരിക്കുന്നത്. താഴെ പ്ലേറ്റ് അടിച്ചിട്ട് പ്ലേറ്റിന്റെ മുകളിൽ നമ്മൾ വുഡൻ സ്ട്രിപ്സ് കൊടുത്തിരിക്കുകയാണ്. ഹാൻഡ് റെയിൽസിലാണെങ്കിൽ തന്നെ 40-20 ട്യൂബാണ് റെയിലിംഗ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. സാധാരണ അതും ഒരു എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. സാധാരണ വീടുകളുടെ ഹാൻഡ് റെയിൽസ് കൊടുക്കുന്ന എല്ലാവരും സ്റ്റീലിന്റെ ഹാൻഡ് റെയിൽസ് കൊടുക്കുന്നതിന് പകരം അവർക്കെല്ലാം ഒരു വെറൈറ്റി, എത്ര കാശ് ലാഭം അല്ലേ? സ്റ്റീലൊക്കെ ഔട്ട്ഡേറ്റഡ് ആണ്. ഇപ്പൊ 100 രൂപയുടെ വർക്ക് ഉണ്ടെങ്കിൽ 100 രൂപ ആണ് ഇതിന് ഇൻവെസ്റ്റ്മെന്റ് എങ്കിൽ ഇതിനൊരു 40 രൂപയ്ക്കുള്ളിൽ വരത്തില്ല ടോട്ടാലിറ്റി അല്ലേ? അത്രയും നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. അങ്ങനെയൊക്കെ നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ ഒരുപാട് ഉപാധികളുണ്ട്. മറ്റുള്ളവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിങ്ങളെ സ്റ്റെയറുകൾ ഒരുപാട് കോസ്റ്റ്. അതെനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 4 to 5 lakhs വരെ സ്റ്റെയറിന് കോസ്റ്റ് വരുന്ന വർക്കുകളുണ്ട്. ഇത് നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഏറ്റവും നമുക്ക് ഒരു സ്റ്റെയറിൻ്റെ ഏരിയ എങ്ങനെ ലഘൂകരിച്ച് ചെയ്യാൻ പറ്റുന്നതിന് ഏറ്റവും ബെറ്റർ എക്സാമ്പിളാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളിനി ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോകാം. മാസ്റ്റർ ബെഡ്റൂം ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് തന്നെയാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. പക്ഷേ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഏരിയയിലേക്ക് കടക്കുമ്പോൾ മാസ്റ്റർ ബെഡ്റൂം അതുപോലെ തന്നെ വാർഡ്രോബ്സ് ഒക്കെ അതിനോട് തന്നെ കണക്റ്റഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു വൈഡ് ഏരിയ ആണല്ലോ കൊടുത്തിരിക്കുന്നത്. സാധാരണ നിങ്ങളുടെ പ്രൊജക്റ്റുകളെല്ലാം വീടുകളുടെ റൂമുകളെല്ലാം ചെറുതാണല്ലോ. ഇതെന്താ, ഇത് ക്ലൈൻറ്റ് റിക്വയർമെന്റ് ആണ്. വലിയ റൂം വേണമെന്നുണ്ടായിരുന്നു. മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുമ്പോൾ ഒരു സ്റ്റഡി ടേബിള്, ഒരു ഡ്രസ്സിംഗ് ടേബിള്, പിന്നെ ബെഡ് കഴിഞ്ഞിട്ട് കുറച്ച് സ്പേസ് വേണം എന്നുള്ളൊരു റിക്വയർമെന്റ് ആണ്. അവരുടെ റിക്വയർമെന്റ് അനുസരിച്ച് ഞങ്ങൾ വലിപ്പമാക്കിയതാണ്. പക്ഷേ വലിപ്പമാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇന്നത്തെ കാലഘട്ടത്തിലുള്ള വീടുകളിൽ മാസ്റ്റർ റൂമിന്റെ സൈസ് ഒരുപാട് വലുതാക്കണം എന്ന് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താ അതിനെ പറ്റി? ഒരുപാട് വലുതാക്കണം എന്നുള്ള അഭിപ്രായം ഇല്ല. യഥാർത്ഥത്തിൽ റെക്ടാങ്കിൾ ഷേപ്പിൽ ചെയ്യാമെങ്കിൽ ബെറ്റർ ആയിരിക്കും. അതെന്താണ് റെക്ടാങ്കിൾ ഷേപ്പിൽ? റെക്ടാങ്കിൾ ആകുമ്പോൾ സ്പേസ് യൂട്ടിലൈസേഷൻ എളുപ്പമായിരിക്കും. നമ്മൾ ഇത്രയും ബെഡ് ഇട്ടാലും കുറച്ച് സ്പേസും കൂടെ കിട്ടും, അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നോർമലി ആൾക്കാർ സ്ക്വയർ ആണ്, അല്ലെങ്കിൽ ഒരു ലെങ്തിൽ നിന്ന് ഒരു 20 സെന്റിമീറ്റർ 10 സെന്റിമീറ്റർ വ്യത്യാസം ഈ ബ്രെഡ്ത്തിലുണ്ടാകത്തുള്ളൂ. അതിലുപരി ഇപ്പം 10 feet വിത്ത് ആണെങ്കിൽ 15 feet ലെങ്ത് ഒക്കെ ആണെങ്കിൽ റെക്ടാങ്കിൾ ആകും. അങ്ങനെ ചെയ്താൽ കുറച്ച് യൂട്ടിലൈസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഈ റെക്ടാങ്കിൾ ഷേപ്പ് ചെയ്യണമെന്ന് പറയുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബെഡിനകത്തൂടെ ആക്സസ് ചെയ്യുന്ന സ്ഥലം, അത് ഇപ്പോൾ ഒരു ബെഡിൻ്റെ ഒരു വിഡ്ത്ത് ഉണ്ട്. 180 ആണ് ബെഡിൻ്റെ നമ്മളെ വിഡ്ത്ത് വരുന്നത്. അതായത് ഏറ്റവും വലിയ ബെഡിൻ്റെ സൈസ് കിങ് സൈസ് എന്ന് പറയുന്നത് 180 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് വിഡ്ത്ത് വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിന് രണ്ടുപേർക്ക് എൻ്റർ ചെയ്യാനുള്ള ഏരിയയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ നമുക്ക് ഹെഡ്രസിൻ്റെ ഭാഗത്ത് വേണ്ടി വരുന്നത്. ബാക്കിയുള്ള സ്പേസ് എന്ന് പറയുന്നത് വാർഡ്രോബ്സിൻ്റെ സ്പേസ് നമുക്ക് റെക്ടാങ്കിളായിട്ട് എടുക്കുന്ന സമയത്ത് സ്പേസും ഫ്രണ്ടിലോട്ട് കുറച്ച് വ്യൂവിന് നമുക്ക് കടക്കുന്ന സമയത്ത് ഒരു വലിയൊരു ബെഡ്റൂം ആണെന്നുള്ള ഫീലിംഗ് നമുക്ക് എപ്പോഴും ഉണ്ടാവും. ഇൻസൈറ്റ് എഞ്ചിനീയേഴ്സ് ഒരു വലിയ ഇൻസൈറ്റ് ആണ് വന്നിരിക്കുന്നത്. അതായത് ബെഡ്റൂംസിന്റെ സൈസ് റെക്ടാങ്കിൾ ഷേപ്പ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരാൾ പറഞ്ഞു, ഒരാൾ അതിനെ ഇന്റർപ്രറ്റ് ചെയ്തു വളരെ വൃത്തിയായിട്ട്, വളരെ മനോഹരമായിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മളൊരു ഡ്രസ്സിംഗ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി നമ്മൾ ഇതിൻ്റെ ബാത്റൂം ഇതിനോട് കണക്റ്റഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂമിനകത്ത് ഇതുപോലെ ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ എന്ന് പറഞ്ഞിട്ട് 2 സ്പേസ് 2 ടൈല് കൊടുത്തിട്ട് അതിൻ്റെ പാറ്റേൺ 2 ടൈലിൻ്റെ പാറ്റേൺ കൊടുത്തിട്ട് മാറ്റിയിട്ടുണ്ട്. അത് വാൾ മൗണ്ടഡ് ക്ലോസറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വാഷ് ബേസിന് അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വാഷ് ബേസിൻ സെറ്റപ്പും കൊടുത്തിട്ടുണ്ട്.
ഈ ഗ്രേ ഷെയ്ഡ്, അതായത് ഈ എർത്ത് കളേഴ്സ് ആണല്ലോ നമ്മൾ സാധാരണ ഈ ഗ്രേ ഷെയ്ഡ് എന്ന് പറയുന്നത്, കുറച്ചുകൂടെ അത് വളരെ നല്ല ഭയങ്കര ഒരു ഫീലാണ് അല്ലേ? ബാത്റൂമിൽ എപ്പോഴും ഒരു ഗ്രേ ഷെയ്ഡ് തന്നെയാണ് എപ്പോഴും നല്ലത്. എലഗന്റിൽ ആ ഒരു ഫീലിംഗ് അതിനകത്ത് വളരെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. ഇവിടെ തന്നെ സീലിംഗും ഇതേപോലെ തന്നെ ആ പാറ്റേൺ, നമ്മുടെ കിച്ചണിലെ പാറ്റേൺ തന്നെ വേറൊരു രീതിയിൽ ആ റൗണ്ട് ഷേപ്പ് തന്നെ കൊണ്ടുവന്നിട്ട് ജിപ്സം സീലിംഗിൽ വളരെ മനോഹരമായിട്ട് ഈ ബെഡ്റൂം ചെയ്തിട്ടുണ്ട്. അതിമനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു വിൻഡോ സ്പേസും കൊടുത്തിട്ടുണ്ട്. വിൻഡോ സ്പേസിന് ആ കോർട്ട്യാർഡിലേക്കുള്ള ആക്സസ്, അത് തുറന്നിട്ട് കഴിഞ്ഞാൽ കോർട്ട്യാർഡിലേക്കുള്ള ആക്സസ് കിട്ടും. പിന്നെ വിൻഡോസ് എല്ലാം തന്നെ അലുമിനിയം വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓപ്പൺ വിൻഡോസ് എല്ലാം അലുമിനിയം ആണ്, നോർമൽ വുഡാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വിൻഡോസ് നമ്മൾ ആവശ്യമുള്ള സ്ഥലത്ത് വുഡും ആവശ്യമില്ലാത്ത സ്ഥലത്ത് കോസ്റ്റ് കുറയ്ക്കാൻ നമുക്ക് ഈ പറയുന്ന അലുമിനിയം വിൻഡോസ് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ അല്ലേ? ലെങ്തി ആയിട്ട് വരുന്നത്, അതായത് കുറച്ച് ഹെവി ആയിട്ട് വരുന്ന വലിയ ഏരിയ വരുന്ന വിൻഡോസ് എപ്പോഴും നമുക്ക് അലൂമിനിയം ഫ്രെയിമിനകത്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ലാഭകരം. ഇത് നമ്മുടെ സ്ട്രെങ്ത് ഉള്ള നല്ല അടിപൊളി എന്താ പറയുക നമ്മുടെ സ്റ്റെപ്സ് ആണ്. ലാൻഡിങ് വന്നിട്ടുണ്ട്. ശരിക്കും ഞാൻ ചോദിച്ചോട്ടെ, അരുണിനോട് റസീവിനോട് ചോദിച്ചോട്ടെ, ഈ പറയുന്ന ലാൻഡിങ് സ്പേസ് ഇപ്പൊ വിത്ത് കൂടുതലാണ്, ഇവിടെ ഒരു ബേ വിൻഡോ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞോളാം, ഇപ്പൊ ഇദ്ദേഹത്തിൽ ഒരു ബെഡ്റൂമിന്റെ ബാത്റൂമാണ്, അതിന്റെ ടോപ്പിനെ ലാൻഡിംഗ് ആയിട്ട് എടുത്തിരിക്കുക. അതിനെ 7 feet ഹൈറ്റ് കോൺക്രീറ്റ് ചെയ്തിട്ട് ലാൻഡിംഗ് ആയിട്ട് എടുത്തിരിക്കുക. നമ്മുടെ ഉദ്ദേശം ഇവിടെ സ്റ്റഡി പോലെ സെറ്റ് ചെയ്യാൻ. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ കമ്പ്യൂട്ടർ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ താഴെ നിന്നും കാണാം, മുകളിൽ നിന്നും കാണാം. അതുകൊണ്ട് അതായത് ഒരു മെസനൈൻ ഫ്ലോർ പോലെ നിൽക്കും. അപ്പൊ അവിടെ കിച്ചണിൽ നിന്ന് ഇപ്പം പേരൻസ് നോക്കുമ്പോൾ ഈ കമ്പ്യൂട്ടറിന്റെ ഡിസ്പ്ലേ കാണാൻ പറ്റും, അവരെന്താണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ലാൻഡ് സ്പേസ് എല്ലാവരെയും വെറുതെ വിടാൻ ഒരു ഉദ്ദേശം. അപ്പോൾ അത് വളരെ മനോഹരമായിട്ട് ചെയ്യാൻ ഇങ്ങനെ രീതിയിലുണ്ടെങ്കിൽ പറ്റും. അത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസും കൂടിയാണ്. അപ്പോൾ നമ്മൾ അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് വന്നു. അപ്പർ ലിവിംഗ് സ്പേസ് വളരെ ഒരു വൈഡ് ആയിട്ടുള്ള സ്പേസാണ്. പക്ഷേ ഫർണിച്ചേഴ്സ് ഒന്നും വന്നിട്ടില്ല. ഫർണിച്ചേഴ്സ് ഒക്കെ വരാനുണ്ട്. ഇത് നമ്മുടെ ലൈവ് കോർട്ട്യാർഡിലേക്ക് താഴെ പിള്ളേർ എന്ത് ചെയ്യുന്നു എന്ന് കാണാനുള്ളൊരു ആക്സസ് ഇവിടെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പം ശരിക്കും നിങ്ങളോട് രണ്ടുപേരോട് എനിക്കൊരു വലിയൊരു കഥ പറയാനുണ്ട്. വലിയ കഥയല്ല, കുഞ്ഞു കഥയാണ്. അതായത് ഞാൻ ഈ വ്ളോഗിങ് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 60 വീഡിയോകൾ മുകളിൽ ഞാൻ പോയി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സാധാരണ ഞാൻ വ്ളോഗിങ് ചെയ്യാൻ വരുന്നു എന്ന് പറയുമ്പോൾ, അതായത് ഞാൻ വ്ളോഗിങ് ചെയ്യാൻ ചെല്ലുമ്പോൾ അവിടെ ഒരു പ്രിപ്പറേഷൻ ഉണ്ട്. ആർക്കിടെക്റ്റും ആ വീട്ടുകാരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ട് സാറേ ഇന്നൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. അപ്പോൾ അവരങ്ങോട്ട് മാറിയിരിക്കുമ്പോൾ നമ്മൾ ഇപ്പുറത്തെ ഭാഗം എടുക്കും. അവർ കിച്ചണിൽ നിന്ന് താഴെ മാറി ബെഡ്റൂമിലോട്ട് കിച്ചൺ എടുക്കും. ഇത് നിങ്ങൾ വരുന്നു പറയുമ്പോൾ അവർ ഒഴിഞ്ഞിട്ടിട്ട് വീട് ഇട്ടിട്ട് നിങ്ങൾക്ക് അതിന് പോയേക്കുവാ. ഈ അത്രയ്ക്ക് റാപ്പാണ് ആ ഒരു ഫ്രണ്ട്ലി അപ്രോച്ചാണ്. അപ്പൊ ആ ഒരു സാധനം നിങ്ങളുടെ കരിയറിലും എങ്ങും ഇനി മുന്നോട്ട് പോകുന്ന വളർച്ചകളിലൊന്നും തന്നെ കളയാൻ നിങ്ങൾ ശ്രമിക്കരുത്. കാര്യം അതൊരു വലിയ സക്സസ് ആണ്. ഈ നമ്മളുടെ കസ്റ്റമേഴ്സുമായിട്ട് എത്രത്തോളം റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ചെയ്യാൻ പറ്റുമോ അതാണ് നമ്മളുടെ ബിസിനസ്സിന്റെ വിജയം. അതങ്ങനെ തന്നെ പോകാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും കഴിയട്ടെ. അപ്പോൾ ഇൻസൈറ്റ് ആർക്കിടെക്ചേഴ്സിന്റെ ഒരു കിടൽ വീട് ഇനി ഒരു 5 പ്രൊജക്ട് പുറകിന് വരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇതെല്ലാം വീട് ബൈ വിഷ്ണുവിനെ കൊണ്ട് ചെയ്യിക്കണം കേട്ടോ. അപ്പം നമ്മളുടെ വീഡിയോ വളരെ മനോഹരമായ ഈ സുന്ദരമായ സ്വപ്ന ഭവനത്തിന്റെ വീഡിയോ നമ്മൾ കണ്ടു. ഇത് 2280 സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞു. ലാൻഡ്സ്കേപ്പ് 10 lakhs, ഇതിന്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് 45 lakhs. ഇന്ത്യയിൽ എല്ലാം കൂടി എത്ര അപ്രോക്സിമേറ്റ് ആയിട്ടുണ്ടാവും? 10 lakhs. അപ്പൊ ടോട്ടൽ 65 lakhsന്റെ പ്രൊജക്ട് ആണ് ഈ വീട്. അതായത് ഓൾ ടുഗദർ എല്ലാം കൂടി 65 ലക്ഷം രൂപയാണ് ഈ വീടിനായിട്ട്. ഇത് വീടിന്റെ കോസ്റ്റിംഗ് പറയുന്നത് പലപ്പോഴും ഞാൻ തൊട്ട് മുന്നേ ഉള്ളൊരു വീഡിയോ ഒരു പ്രത്യേക സ്ഥലത്ത് പോയിട്ടായിരുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, തൃശ്ശൂർ പാലക്കാട് ബോർഡറിലാണ്. അതൊരു കുഗ്രാമമാണ്. അവിടെ ഒന്നും ഇല്ലായിരുന്നു, ആ വീട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ഈ മെറ്റീരിയൽ അവൈലബിലിറ്റി, അതായത് കൺസ്ട്രക്ഷൻ ചെയ്യാനൊക്കെ അവിടെ വളരെ കോസ്റ്റ് കുറവായിരുന്നു. അതുകൊണ്ടാണ് അവിടെ അത്രയും കാശ് കിട്ടിയത്. പിന്നെ തൃശ്ശൂർ മണ്ണുത്തിൽ നിന്ന് തൊട്ടടുത്താണ് അവർക്ക് ലാൻഡ്സ്കേപ്പ് ചെയ്യാനുള്ള ആൾക്കാരെ കിട്ടാനുള്ള അവൈലബിലിറ്റി. ഓരോന്നിനും അവൈലബിലിറ്റി എളുപ്പമായിരുന്നു, അതുകൊണ്ട് കോസ്റ്റ് കുറഞ്ഞു. അപ്പോൾ കോസ്റ്റ് പറയുന്നത് ഞാൻ ആരെയും മിസ്ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല. വളരെ സത്യസന്ധമായിട്ട് ആർക്കിടെക്ട്സിൻ്റെ അടുത്തും ക്ലയൻറ്റിൻ്റെയും ആവശ്യം അനുസരിച്ച് നമ്മൾ ചെയ്യുന്നത്. അപ്പം എനിക്കിവിടെ വന്ന് വീഡിയോ എടുക്കാൻ അനുവദിച്ചതിന് നിങ്ങൾക്കും ഈ വീടിൻ്റെ ഉടമസ്ഥരായിട്ടുള്ള സാറ് ഗൾഫിലാണ്, അദ്ദേഹത്തിനും ഭാര്യയ്ക്കും അമ്മയ്ക്കും എല്ലാം എൻ്റെ നന്ദി അവസരത്തിൽ പറയുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. ദയവ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ നല്ല കമൻസുകൾ ഇട്ട് ഞങ്ങളുടെ ഇതിൻ്റെ ഡീറ്റെയിലിംഗ് കറക്റ്റായിട്ട് ചോദിച്ച് മനസ്സിലാക്കണം. ഒപ്പം മാക്സിമം ഷെയർ ചെയ്യണം. പിന്നെ വീട് ബൈ വിഷ്ണുജി എന്ന് പറയുന്ന എൻ്റെ ചാനൽ ദയവ് ചെയ്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും നന്ദി, നമസ്കാരം.